വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്. ദേവീഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളുണ്ട്. അതിലൊക്കെ ധാരാളം അധ്യായങ്ങളുമുണ്ട്. ആ ഓരോ സ്കന്ധങ്ങളിലും മനുക്കളെ പറ്റി, മനുക്കൾക്ക് കിട്ടിയിരിക്കുന്ന വരങ്ങളെക്കുറിച്ച്, അവർക്ക് കിട്ടിയിരിക്കുന്ന ശാപങ്ങളെക്കുറിച്ച് വളരെ വിശേഷപ്പെട്ട മഹാന്മാരായിട്ടുള്ള ഒരുപാട് മനുക്കളുണ്ട്. ദക്ഷസാവർണി, അവരുടെ പിൻതലമുറക്കാരായ വൃക്ഷധ്വജൻ, അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ട കുശധ്വജൻ, ധർമ്മധ്വജൻ, അവർക്കൊക്കെ കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ശാപങ്ങൾ, ഇവരുടെയൊക്കെ മക്കളായിട്ട് മഹാലക്ഷ്മിയുടെ ജനനം, വേദവതിയുടെ കഥകൾ, അതുപോലെ തന്നെ തുളസിയുടെ കഥ, സാവിത്രിയുടെ കഥ, അങ്ങനെ വർണ്ണിച്ചു വരുമ്പോൾ ഈ നാരദ മഹർഷിക്ക് ഒരു ചെറിയ വിശേഷ രൂപമുണ്ട്, സ്വഭാവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കഥകൾ കേൾക്കുമ്പോൾ അവിടെ ഇപ്പോൾ ഒരു മൂർത്തി അവതരിച്ചു എന്ന് പറയുമ്പോൾ ഉടനെ ചോദിക്കൂ, മഹർഷി ആ മൂർത്തി എന്നിട്ട് എന്തൊക്കെ ചെയ്തേ, ആ മൂർത്തി എന്തൊക്കെ തത്വങ്ങളാണ് നമുക്ക് തന്നത്, ആ മൂർത്തിക്ക് എന്തൊക്കെ സ്തുതികളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കും. അപ്പം അതിങ്ങനെ സംഭവങ്ങളായിട്ടാണ് ഈ കോർത്ത് ഒരു മാല പോലെ കോർത്താണ് ഈ ദേവി ഭാഗവതം പോയിട്ടുള്ളത്. അപ്പോൾ ഈ നാരായണ മഹർഷിയോട് ചോദിച്ചു, മഹർഷി, ഇവിടെ എനിക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ദേവിയുടെ അവതാരത്തെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാം. ഭ്രാമരീ ദേവിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഭ്രാമരീ ദേവിയുടെ ചരിതം എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ നാരായണ മഹർഷി പറയും, അതിനെന്താ, ഞാൻ പറഞ്ഞു തരാമല്ലോ എന്ന് പറഞ്ഞ് ഭ്രാമരീ ചരിതം പറയുകയാണ്. അത് കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അരുണൻ എന്നൊരു മഹാസുരൻ ഉണ്ടായിരുന്നു. ഈ അരുണാസുരൻ അമരത്വം നേടുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മദേവനെ തപസ് ചെയ്യാൻ പോയി. എവിടെയാണ്? മന്ദാകിനി നദിക്കരയിൽ. എങ്ങനെയായിരുന്നു തപസ്? ഉണക്ക ഇല മാത്രം ഭക്ഷിച്ച് 10 വർഷം, പച്ച വെള്ളം മാത്രം കുടിച്ച് വീണ്ടും 10 വർഷം, ഇതൊന്നുമില്ലാതെ പിന്നെയും 10 വർഷം. അപ്പോഴേക്ക് ഈ അരുണന്റെ ശരീരം അങ്ങ് ചൂടായി. ഈ തപസ്സിന്റെ തപം 3 ലോകങ്ങളിലും വ്യാപിച്ചു. ചൂടുകൊണ്ട് ആർക്കും ഇരിക്കാൻ വയ്യ. എല്ലാവരും ബ്രഹ്മദേവനെ ചെന്ന് കണ്ടു. ദേവ, എന്താണ് 3 ലോകത്തിലും കഠിനമായ ചൂട്? ഇപ്പോഴത്തെ ചൂട് പോലെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ പിന്നെ ഇത്രയും വർഷം കഠിന തപസ് ചെയ്യുന്ന ഈ അരുണന്റെ ചൂട് എങ്ങനെ 3 ലോകങ്ങളിലുള്ളവർ സഹിക്കും? അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, അവൻ എന്നെ തപസ് ചെയ്യുകയാണ്, ഞാൻ എങ്ങനെ ചെല്ലും? ഞാൻ ചെന്ന് എന്തെങ്കിലും ഒരു വരം കൊടുത്താല് അത് പക്ഷേ ചിലപ്പോൾ എനിക്കെതിരെ തന്നെ അവൻ തിരിക്കും. ഈ അസുരന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, എന്തെങ്കിലും കൊടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ, കൊടുത്തു കഴിഞ്ഞാൽ അത് ആ കൊടുക്കുന്ന കൈക്ക് തന്നെ കടിക്കുമെന്ന് പറയുന്ന കണക്കല്ലേ. പക്ഷെ അത് അസുരന്മാരുടെ മാത്രം സ്വഭാവമല്ല, മനുഷ്യരിലും ഉണ്ട് അതൊക്കെ. നമുക്കറിയാം, ഇപ്പം നമ്മൾ ഒരാൾക്കൊരു 50,000 രൂപ കടം കൊടുത്തെന്ന് വിചാരിച്ചു, നമ്മളത് തിരിച്ചു വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ടുകയാണ്. ആദ്യമൊക്കെ നമ്മളെ കാണുമ്പോൾ വളരെ വിനയാന്വിതനായിട്ടൊക്കെ അവർ നടക്കുമല്ലേ. കുറേ കാലം അങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് തന്നെ തോന്നി തുടങ്ങും, അവന് ഞാനാണോ പൈസ കൊടുത്തത്, അതോ അവനിനി എനിക്കാണോ കാശ് തരാനുള്ളത് എന്നുള്ള രീതിയിലായിരിക്കും നേരിൽ കാണുമ്പോൾ നമ്മൾ അവനെ കണ്ടാൽ മാറി നടക്കേണ്ട ഒരു ഗതിയാണല്ലേ. അപ്പം എന്ന് പറഞ്ഞ കണക്ക് ഈ അസുരന്മാര് വരം ചോദിക്കുമ്പോൾ ദേവന്മാർക്ക് ഭയങ്കര പേടിയാണ്. അപ്പം എന്നിട്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, ഇത്രയൊക്കെ ചൂട് സഹിക്കാനായിട്ട് നമുക്കിനി സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇനി അവൻ്റെ അടുത്തോട്ട് പോവുക എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഹംസത്തിൻ്റെ പുറത്ത് കയറി ഗായത്രി ദേവിയുമായിട്ട് പോവുകയാണ്. അവിടെ ചെന്നു ബ്രഹ്മദേവനെ കണ്ടപ്പോൾ അരുണന് വളരെ സന്തോഷമായി. അരുണൻ പെട്ടെന്ന് ബ്രഹ്മാവിനെ തൊഴുതു, നമസ്കരിച്ചു, സ്തുതിയൊക്കെ ചെയ്തു. ബ്രഹ്മദേവൻ ചോദിച്ചു, അരുണ, നിനക്ക് എന്താണ് വരം വേണ്ടത്? ദേവ, എനിക്ക് അമരത്വം വേണം. അരുണാസുര, അത് നടക്കുകയില്ല, എനിക്ക് പോലും മരണമുണ്ട്, അതുകൊണ്ട് അത് തരാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ അസുരന്മാർക്ക് ഒരു വിചാരമുണ്ട്, അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണെന്ന്. ഉടനെ അരുണൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു.
എന്നാ ശരി, ഞാൻ ചോദിക്കുന്ന മറ്റൊരു വരം തന്നാ മതി. എന്നെ പുരുഷൻ വധിക്കരുത്, സ്ത്രീ വധിക്കരുത്, നപുംസകം വധിക്കരുത്, രണ്ട് കാലുള്ള ഒന്നും തന്നെ എന്നെ വധിക്കരുത്, നാല് കാലുള്ളവർ വധിക്കരുത്, മൃഗങ്ങൾ വധിക്കരുത്, യുദ്ധത്തിൽ ഞാൻ മരണപ്പെടരുത്, ആയുധം കൊണ്ട് വധിക്കരുത്. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് ബ്രഹ്മാവ് പേടിച്ചിട്ട് തഥാസ്തു എന്ന് പറഞ്ഞു. എന്താ, ഇനിയും നിന്നാൽ ഇനിയും അവന്റെ ലിസ്റ്റ് കൂടിപ്പോ. അരുണന് വളരെ സന്തോഷമാകും. അരുണൻ വരദർപ്പിതനായിട്ട് രസാതലത്തിലേക്ക് പോകുക. വരദർപ്പിതൻ എന്ന് പറഞ്ഞാൽ വരം കൊണ്ട് അഹങ്കാരം ഉണ്ടായവൻ. രസാതലത്തിലേക്ക് ചെന്നു. രസാതലം എന്ന് പറഞ്ഞാൽ അസുരന്മാരുടെ രാജ്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അവിടെ ചെന്ന് പറഞ്ഞു, ഞാൻ വരവൊക്കെ വാങ്ങി, ഞാൻ നിങ്ങളെക്കാളെല്ലാം ഉയർന്ന തലത്തിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞാനാണ് ഇവിടുത്തെ ചക്രവർത്തി. അസുരന്മാർ സമ്മതിച്ചു. അങ്ങനെ ചക്രവർത്തിയായി നേരം വെളുത്തു. നേരെ ഒരു മെസ്സഞ്ചറെ ദേവലോകത്തേക്ക് വിട്ടു. അവിടെ ചെന്ന് ഈ സന്ദേശവാഹകൻ ദേവേന്ദ്രനോട് പറഞ്ഞു, അരുണാസുരൻ യുദ്ധത്തിന് വരികയാണ്. എന്തിനാ? ദേവലോകം പിടിച്ചടക്കാൻ. ദേവന്മാർക്ക് ഇരിക്കപ്പെടുന്ന ഇല്ലാതായി. അവര് നേരെ ബ്രഹ്മദേവന്റെ അടുത്തേക്ക് വന്നു. ബ്രഹ്മദേവ, ഞങ്ങളുടെ ഇടം നഷ്ടമാകാൻ പോവുകയാണ്, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണം.